ഇതോടുകൂടി ഈ ടോപ്പിനെ കുറിച്ചുള്ള പരിപാടികളോട് നിർത്തുകയാണ്. കാരണം അത് നിർത്തുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന കാര്യം വെച്ചിട്ട് അതൊക്കെ എടുത്ത് ഒരു ഈ പറയുന്ന വ്യക്തിക്ക് വേറെ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ ഉണ്ടോ, അതായിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം? സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ ജീവിതം തുടങ്ങി ഏകദേശം സ്നേഹവും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരു 10 വർഷത്തോളമായി. ഈ 10 വർഷത്തിനുള്ളിൽ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഇതിനെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ഈ ഒരു വിഷയം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരൊന്നും ഇത് കാണണമെന്ന് ഞാൻ പറയത്തില്ല. അതായത് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ കുറേ കാലം മുമ്പ് തന്നെ ആ കുട്ടിയുടെ അവർ വളരെ 10 ലക്ഷത്തോളം ഒക്കെ വളരെ വലിയൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉള്ളൊരു ചാനൽ. ആ ഒരു ചാനൽ ഇന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വിഷയം കൂടെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ അധികം കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പുറത്തോട്ടാണെങ്കിൽ താല്പര്യമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ ചില കാര്യങ്ങൾ സംസാരിക്കാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് വെച്ചാൽ ഇത് അറിയാത്തവർ ഇത് കാണുമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ, അവർ കപ്പിൾ, അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരെന്നാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞാറ്റ ഇച്ചായൻ, പെട്ടെന്ന് തെറ്റിപ്പോയി, കുഞ്ഞാറ്റ ഇച്ചായൻ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ ചാനൽ റൺ ചെയ്തിരുന്നത്. അതിനകത്ത് കുഞ്ഞാറ്റ എന്നുള്ള പെൺകുട്ടിയുടെ കരച്ചിൽ, നിരന്തരമായ കരച്ചിൽ, കണ്ണുനീരാണ് ആ ചാനലിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. എന്ന് വെച്ചാൽ ഞാൻ കളിയാക്കുന്നതല്ല, അന്ന് അങ്ങനെയായിരുന്നു, ട്രോൾ ചെയ്യപ്പെട്ടു. അതിന് ശേഷം ഇപ്പം കുറച്ച് കാലത്തിന് ശേഷം ഇപ്പം റീസെൻ്റ് ആയിട്ട് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ടാബിനകത്ത് പ്രത്യക്ഷപ്പെട്ടൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ പിരിഞ്ഞു, ഡിവോഴ്സ് സ്വീകരിച്ചു, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടില്ല, അതിന് പകരം ഞാൻ ഡിവോഴ്സ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ ജീവിതത്തിൽ നിന്ന് വിട്ടിറങ്ങിപ്പോയി. ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇച്ചായൻ എന്ന് പറയുന്ന അമൽ പൗലോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഇന്ന് മറ്റൊരു ജീവിതത്തിലേക്ക്, അഥവാ അദ്ദേഹം ഈ ഒരു ഒറ്റയ്ക്ക് വേറൊരു ജീവിതത്തിലേക്ക്, ഒറ്റയ്ക്കുള്ള ജീവിതം അച്ഛനമ്മമാർക്കൊപ്പം നയിക്കുന്നുള്ള കാര്യമാണ്. ഡിവോഴ്സ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ കമൻറ്റിന് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെയധികം ഗർവോടുകൂടി വലിയ അഭിമാനബോധത്തോടെയൊക്കെ പുള്ളി പറയുന്ന പോലത്തെ ഒരു കമൻറ്റൊക്കെ ഞാൻ കണ്ടു. അതായത് ഒരു സ്ത്രീയെ വീണ്ടും വിട്ട് വട്ടം ചുറ്റിക്കുക എന്നുള്ളതായിരിക്കും പുള്ളിയുടെ ലക്ഷ്യം. അതറിയത്തില്ല, അതിപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ട് അത് കോടതി തീരട്ടെ. എന്നാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടി വന്നത് എന്താണെന്നുള്ള കാര്യം ഇനി നമുക്ക് വിശദവും വ്യക്തവുമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ട് പറഞ്ഞു പോകാം. കുറേ പേരുടെ കമന്റ് കാര്യങ്ങൾ ഇങ്ങനെ നമ്മളത് മാനിച്ചുകൊണ്ടും, അത് മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇതോടുകൂടി ഈ ടോപ്പിനെ കുറിച്ചുള്ള പരിപാടികളോട് നിർത്തുകയാണ്. കാരണം അത് നിർത്തുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന കാര്യം വെച്ചിട്ട് അതൊക്കെ എടുത്ത് ഒരു യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ഇതെടുത്ത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിനൊക്കെ അത് എത്രമാത്രമൊക്കെ ബാധിക്കും എന്നുള്ള നല്ല ധാരണ, നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ അത് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അത് വളരെയധികം ഈ അമൽ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റൊരു ഫേസ് ആയിരിക്കും അത്. അങ്ങനെ സംഭവം ചിലപ്പോൾ മദ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയുടെ പുറത്തോ ഒക്കെ ചിലപ്പം ചെയ്തു പോയതാകാമെന്ന് ഞാനും ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനെന്തായാലും അത് നമ്മളിപ്പം ഇദ്ദേഹം ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ഇഴകീറി ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്ത് ഒരാളെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ എന്തായാലും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ലൈഫുമായിട്ട് നോക്കി മാൾട്ടയിൽ പോയി പഠിച്ച് ആ കുട്ടിയുടെ ജീവിതവും ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് ആ കുട്ടി. അപ്പം അതായത് ഇവർക്കുണ്ടായ കുഞ്ഞ്, ആ ജനിച്ച കുഞ്ഞിനെ ഇദ്ദേഹത്തിന് വേണമെന്നും ഒക്കെ ഉള്ള രീതിയിലെ കുറേ കാര്യങ്ങൾ, ഇപ്പം ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കോടതി വ്യവഹാരത്തിലൂടെ നടക്കേണ്ട കാര്യങ്ങളാണ്, അതങ്ങനെ നടക്കട്ടെ. പക്ഷേ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് കടന്നു കയറിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അപകീർത്തികരമാം വിധം അദ്ദേഹം തുടക്കത്തിലുള്ള വീഡിയോ തന്നെ പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട് പിന്നെ നിരന്തരം അത് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന വീണ്ടും ഞാനിതോടുകൂടി നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇനിയുള്ളതിൽ നമ്മളങ്ങനെ ആ ഒരു എന്താ പറയുക, പഴയ കാര്യങ്ങൾ എടുത്തിടാനോ അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും വിടുന്നില്ല. പക്ഷെ നമുക്ക് പറയാനുള്ള നമ്മുടെ കുടുംബത്തിലെ കുറേ കാര്യങ്ങളുണ്ടാവും, നമ്മുടെ കുടുംബത്തിലെ ഇപ്പോൾ ഈ കാര്യം ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇനി വീഡിയോ ഉണ്ടാവില്ല. ഇങ്ങനെ വീഡിയോയാണ് കമന്റ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ആ വീഡിയോ കാര്യങ്ങൾ ഇപ്പം എൻ്റെ മാത്രം ഭാഗത്ത് ഇത് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം എല്ലാം സമ്മതിച്ച് കഴിഞ്ഞപ്പം കുറേ പേര് ഇപ്പം ആ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് പറയാനൊക്കെ കണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു വലിയൊരു തീരുമാനം എടുക്കുന്നത് ഒരിക്കലും നശിക്കാനോ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ട എന്നോർത്തിട്ടായിരിക്കില്ലല്ലോ. നമുക്കിനി മുന്നോട്ട് ജീവിക്കണം. ഞാൻ ഈ ക്യാമറയിലോട്ട് പറയാത്തതിനനുസരിച്ച് നമ്മൾ ഉള്ളിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് ആ രീതിക്ക് പറയണല്ലോ. അപ്പം മുന്നോട്ട് ജീവിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില എടുത്തുപോയ ഒരു തീരുമാനം അത് തെറ്റായിരുന്നെന്ന് മനസ്സിലാക്കി നമ്മളത് മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മാറ്റി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കണം എന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറെ തീരുമാനങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നത്, പുതിയ തീരുമാനങ്ങൾ എപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് ലൈഫ് ടൈം പോകാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ രാവിലെ 10 മണിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ള തീരുമാനം ചിലപ്പോൾ നമ്മൾ കൃത്യനിഷ്ഠമായിട്ട് നമ്മൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരാണ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ നമുക്ക് നാളത്തെ രാവിലെ ചിലപ്പം അതിനിടയിൽ നമ്മൾ നേച്ചറുണ്ട്, അതായത് പ്രകൃതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ദാരുണമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചിലപ്പോൾ സംഭവിച്ചേക്കാം.
അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുന്നതല്ല നമ്മുടെ ലൈഫിൽ നടക്കണമെന്നില്ല. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച ജീവിതമല്ല നമുക്ക് ചിലപ്പം തിരിച്ച് കിട്ടുന്നതെന്നും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫ് കൊണ്ടായിരിക്കും, എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും അത് പലർക്കും കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അകത്ത് ഇപ്പം ഇവർക്ക് രണ്ടുപേർക്ക് സ്ട്രഗിൾ പീരീഡ് ആയിട്ട് ഒരുമിച്ച് ജീവിച്ച് അവർ കുഞ്ഞുങ്ങളായതിനു ശേഷം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം നമ്മുടെ ജീവിതങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നും തിക്താനുഭവങ്ങൾ അനുഭവിച്ച് അടുക്കളകളിൽ ഏറ്റവും കൂടുതൽ നീറി ജീവിക്കുന്ന അത് ആണും പെണ്ണും ഉണ്ട് കേട്ടോ. ആ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളുണ്ട്. ചില സ്ത്രീകളുടെ ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായ പ്രവർത്തനങ്ങളാണ് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആണുങ്ങളുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാർ കാരണം ഈ എന്താണ് കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം എനിക്ക് ഇവരെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് പോവുക, എനിക്കറിയാം. നേരിട്ടൊക്കെ എത്രയോ ജീവിതങ്ങൾ നമ്മൾ കാണുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, സമൂഹത്തിന് നോക്കണം. ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭർത്താവാണെങ്കിൽ ഭയങ്കര കുഴപ്പക്കാരനുമായിരിക്കും. പക്ഷേ ഇവരുടെ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് കാരണം അച്ഛനമ്മമാർ, കുടുംബക്കാർ ഇങ്ങനെ ഇറങ്ങിപ്പൊക്കളഞ്ഞ ആൾക്കാരോട് ചോദിച്ചു ഞങ്ങളെന്ത് മറുപടി പറയും? നീ ദൈവം നമ്മുടെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കരുതെന്ന് പറഞ്ഞ് സ്ത്രീകൾ അവിടെ ഞാൻ പറഞ്ഞ ഈ വിഷയത്തിന് വലിയ മാനതകളുണ്ട്, ഒരുപാട് വ്യാപ്തിയുണ്ട്. ഇങ്ങനെയുള്ള വിഷയം നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് പലരും കടിച്ചമർത്തി ജീവിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഞാനിതെടുത്ത് സംസാരിക്കുന്നത്. എന്തായാലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് പറ്റത്തില്ലെങ്കിൽ അവർ ഇറങ്ങി പോവുക. ചില വിഷയങ്ങളൊക്കെ അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഭയങ്കരമായിട്ട് സ്പോയിലാവും. ആ തീരുമാനം എടുത്തിരിക്കുന്ന ആളെ ഒരിക്കലും നമ്മൾ എന്താ പറയണേ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രീതിയിലാണ് പറഞ്ഞിട്ട് ഇഷ്ടമാണ്. പിന്നെ ദയവ് ചെയ്ത് പിന്നെ ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഞാനത് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ അവോയ്ഡ് ചെയ്ത് വിടുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് പറയട്ടെ, അവരെന്ത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് പലരുടെയും അഭിപ്രായമായിരിക്കാം. എനിക്ക് അഭിപ്രായങ്ങളുള്ളതുപോലെ തന്നെ പലർക്കും പല രീതിക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ ഒരാളെ കുറ്റം പറയാൻ യോഗ്യനല്ല, ഒരാൾ വിധിക്കാൻ ഞാൻ യോഗ്യനല്ല. കാരണം എനിക്കുണ്ട് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും. അപ്പോൾ ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് കാണുന്നപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അമൽ പൗലോസ് ഈ വീഡിയോ കാണുവാണെങ്കിൽ സഹോദര, താങ്കൾ നശിച്ച് കാണണമെന്നോ താങ്കൾ എനിക്ക് നേരിട്ട് കണ്ടുള്ള പരിചയമോ ഒന്നുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയ്ക്കകത്ത് നിങ്ങൾ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിൽ ഒരുമിച്ചുണ്ടായ സമയത്ത് നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇന്ന് അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് വളരെ വേദനയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ രണ്ടുപേരായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് മാറി എന്നുള്ള കാര്യവും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വന്നത് നിങ്ങളെക്കുറിച്ച് അന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കാണുന്ന നിങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലാസ്റ്റ് നിങ്ങളെക്കുറിച്ചിട്ട് വീഡിയോയുടെ താഴത്തെ കമൻറ്റിൽ ഏറ്റവും അവസാനത്തെ ചില കമൻറ്റുകൾ പോയി നോക്കുക. അതിനകത്ത് നിന്ന് ചില ആൾക്കാർ ചില വെളിപ്പെടുത്തലുകൾ നിങ്ങളെക്കുറിച്ച് നടത്തുന്നുണ്ട്. ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അതുപോലെ നമ്മുടെ ഇൻബോക്സുകളിൽ വന്നേക്കുന്ന കുറേ അധികം മെസ്സേജുകൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ റിയാക്ഷൻ ചാനലുകാർക്ക് സംസാരിക്കുന്നു, കുറ്റപ്പെടുത്തൽ എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ ആ ഒരു കാര്യത്തിന് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കൂടെ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്, ഇതൊന്നും ഞാൻ ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല, എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ഈ കിട്ടിയിട്ടുള്ളതിൻ്റെ ഒരു 25% എടുത്ത് പുറത്തു വിടാം. അത്രയുമെങ്കിലും താങ്കൾ താങ്ങുമോ എന്നുള്ള കാര്യം കൂടെ ചിന്തിച്ചിട്ട് വേണം ഈ വന്നിരുന്ന അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ പോലും അതിനെക്കുറിച്ച് പറയാൻ. അതല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്നു, ഇവിടെ കൊണ്ട് നിർത്തുന്നു, ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം അത് നിങ്ങളുടെ വഴിക്ക് അങ്ങ് ചെയ്യുക. മറ്റേന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇൻബോക്സിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യം എടുത്ത് പബ്ലിഷ് ചെയ്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർ വന്ന് അടുത്ത നിമിഷം മുതൽ നിങ്ങളടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. കുറേ വ്യക്തികൾ മാത്രമായിരിക്കത്തില്ല, കുറേ അധികം യൂട്യൂബ് ചാനലുകളിലുള്ള ആൾക്കാരും കൂടെ ചിലപ്പോൾ നിങ്ങളുടെ ചില ചോദ്യങ്ങൾ ചോദിക്കും. ചില ഫാമിലി വ്ളോഗേഴ്സ് അടക്കം നിങ്ങളടുത്ത് കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരും. അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് മറുപടി കൊടുത്ത് നിങ്ങൾക്ക് സമയം തീർക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലാസ്റ്റ് നിങ്ങൾ തന്നെ കുറേ അധികം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്ന കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടു. അതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാം കള്ളമാണ് എന്നുള്ള ധാരണയാണ് താങ്കൾക്കുള്ളതെങ്കിൽ താങ്കൾ പറയുക. ആ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുടെ കയ്യിൽ, അഥവാ റിയാക്ഷൻ ചാനൽസിൻ്റെ അകത്തുള്ള മിക്ക ആൾക്കാരുടെ കയ്യിലേക്ക് ചില കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇത് എടുത്തങ്ങോട്ട് അടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ താങ്ങണമെന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോഴും ആ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്നുള്ള ആ ഒരു നില കണ്ടുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു, സുഹൃത്തെ, താങ്കൾക്ക് കഴിവുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ അച്ഛനമ്മമാർ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ അച്ഛനമ്മമാരുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എന്തായിരുന്നാലും ഒരു വിഷയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, എന്തായിരുന്നാലും ആ കുട്ടിയുടെ ജീവിതം സ്വീകരിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി. അവരുടെ ജീവിതത്തിലേക്ക് അവർ സ്വൈര്യമായിട്ട് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അനുവാദമൊന്നും വേണ്ട, അവിടെ ഭരണഘടനയുണ്ട്, എങ്കിലും അത് അനുവദിക്കുക. രണ്ട്, നിങ്ങളുടെ കുഞ്ഞ് എന്നുള്ള കാര്യം നിയമപരമായിട്ടുള്ള കാര്യമാണ്. അതിനകത്തൊന്നും ഞാൻ എനിക്ക് മറുപടി പറയാനോ എനിക്ക് ആൻസർ പറയാനോ എനിക്കറിയില്ല. അത് നടക്കട്ടെ. ഒരു വ്യക്തിയെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ജീവിതം സുഖകരമായിട്ട് ജീവിക്കുക. ഈ പറയുന്ന കോൺട്രവേഴ്സി ചെയ്താത്തത് അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കുത്ത് കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ കുത്തി, ഇങ്ങോട്ട് കുത്തി, അങ്ങോട്ട് കുത്തി എന്നുള്ള കാര്യമൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ നന്നായിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റവന്യൂ കിട്ടും. നല്ല റവന്യൂ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനും പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി അയച്ചതും കുറേ പേര് ഇങ്ങനെ പറഞ്ഞും ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന വ്യക്തിക്ക് വേറെ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ ഉണ്ടോ, അതായിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ ജീവിതം തുടങ്ങി ഏകദേശം സ്നേഹവും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരു 10 വർഷത്തോളമായി. ഈ 10 വർഷത്തിനുള്ളിൽ ആൾ വളരെ നല്ലൊരാളാണ്, അങ്ങനെ ഒരു മോശ സ്വഭാവമുള്ള ആളല്ല. പക്ഷേ കുറെ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതും ആൾക്കില്ല, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ ആൾ പോയിക്കുന്ന വിദേശത്താണെങ്കിൽ പോയതിനു ശേഷമാണെങ്കിൽ പോലും ഓഗസ്റ്റ് 2 വരെ ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 2 വരെ എൻ്റെ ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് എത്തുന്ന ആ അറിവുകളും എത്തുന്ന ആ ഒരു നമുക്ക് എത്തുന്ന കയ്യിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളല്ല ആൾ. കാരണം ഞാനത് കൂടെ ജീവിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കത് പറയാനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ആളുടെ തീരുമാനം എടുത്തതിൽ ആൾക്ക് അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്കും അതിൻ്റെതായ ഒരു കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ പേഴ്സണൽ നോക്കുമ്പോൾ. ആരും ഞാൻ പറഞ്ഞല്ലോ, ആരും നല്ലവരാണെന്ന് അല്ലെങ്കിൽ നല്ലവരാണെന്ന് ഞാൻ പറയുന്ന ആളല്ല. പക്ഷേ എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഒരിക്കലും ഒരാളും പൂർണ്ണമല്ല, അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾ ഞാൻ പൂർണ്ണമായിട്ടും നല്ലവരാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന ഈ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾ ആരെങ്കിലും, എന്നെയോ അല്ലെങ്കിൽ ആ വ്യക്തിനെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ചങ്കിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയണം, ഞാൻ പൂർണ്ണമായിട്ടും നല്ല ഒരാളാണ്, എനിക്ക് ഒരു കുറവുകളും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മളെല്ലാവരും കേട്ടു. എന്നെയോ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ ചങ്കിൽ കൈവച്ച് പറയാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് എന്നായിരിക്കും ചോദിക്കുന്നത്. നോബഡി ഈസ് പെർഫെക്റ്റ് എന്നെവിടെയോ നമ്മൾ പണ്ടൊരു നമ്മളെല്ലാവരും എവിടെ ഒരു വീഡിയോ തുടക്കത്തിൽ കാണിക്കുമായിരുന്നു, നോബഡി അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, ലോകത്ത് ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് പുള്ളിക്കാരത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്, മറ്റെന്തെങ്കിലും ബന്ധമുണ്ടായിട്ടാണോ എന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ ഒരു സ്ത്രീയല്ല എൻ്റെ കൂടെ ഉണ്ടായത്, ഈ അടുത്ത കാലം വരെ കോൺടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യമാണ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ സ്ഥലം അത് വലിയൊരു പോയിന്റ്. അതായത് എന്നെ കുറ്റപ്പെടുത്തുന്നവർ, അവരെ കുറ്റപ്പെടുത്തുന്നവർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. ഇതിന് കാരണക്കാരനാരാ? അതായത് ഈ കുഞ്ഞാറ്റ ഇട്ടൊരു വീഡിയോ, കുഞ്ഞാറ്റ ഇട്ടൊരു പോസ്റ്റിൻ്റെ അകത്ത് കുഞ്ഞാറ്റ ഡിവോഴ്സ് സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് നാളിന് മുമ്പാണ്. കുറേ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവർ വീഡിയോ എല്ലാം ചെയ്ത് ഒരു പോസ്റ്റാണ് ഇട്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കൊണ്ടുവന്നുള്ള വീഡിയോസിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞു ഇതൊന്നും അല്ല, അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്, എന്താണ് ഞാനിതോടുകൂടി നിർത്തുന്നു, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളുണ്ടെന്നുള്ള രീതിയിലേക്കൊക്കെ പലതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുന്ന രീതിയിൽ വീഡിയോ നിരന്തരമായിട്ട് ഇപ്പോൾ കുറച്ചധികം ചെയ്തു നിങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവാം, ഇനിയും ചിലപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ പറയുക, അത്രയേ ഉള്ളൂ. അതൊക്കെ താങ്കളുടെ വ്യക്തിപരമായ കാര്യം. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറ്റപ്പെടുത്തലുകൾ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ രണ്ട് ഭാഗത്തു നിന്നുകൊണ്ട് പറയാൻ ആൾക്കാരുണ്ടാവും, അത്രയേ ഉള്ളൂ. അത് വളരെ കോമൺ ആയിട്ട് കാര്യമാണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ല നിങ്ങൾ. കാരണം യൂട്യൂബ് ചാനൽ വളരെ വലിയൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. കുറ്റങ്ങളില്ല എന്ന് പറയുന്ന ആൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് പൂർണ്ണമായിട്ട് തന്നെ കുറ്റപ്പെടുത്താം, എനിക്ക് അതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടോ എന്ന് ദൈവം ഗ്രഹിച്ച് ഇപ്പം ഈ ഓഗസ്റ്റ് 2 അങ്ങനെ ഇല്ല എന്നുള്ളത് കാരണം എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ പോയതിന് ശേഷമാണെങ്കിലും ഇവിടെ നിന്നപ്പോൾ ഞാൻ വലിയ കാര്യങ്ങൾ ഇപ്പോൾ പലപ്പോഴും ആളെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന്. ഇവിടെ നാട്ടിലുണ്ടാകുമ്പോൾ ഞാൻ അവിടെ പോയതിന് ശേഷം മണിക്കൂറിൽ 1 മിനിറ്റ് വരെയെങ്കിലും ഒരു മണിക്കൂറിൽ 1 മിനിറ്റെങ്കിലും വെച്ചെങ്കിലും ഞാൻ വിളിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമായിരുന്നു ആളെ. കാരണം ആൾ പോയപ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായത്. പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഒരു 2-3 വർഷം മുന്നേ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മതിമറക്കും, നമുക്ക് അഹങ്കാരങ്ങളുണ്ടാവും, നമുക്ക് കുറേ തെറ്റുകുറ്റങ്ങളുണ്ടാവും. അതിൽ നമുക്ക് കുറേ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഓഗസ്റ്റ് 2 വരെ മാനുഷികമാണ് സഹോദര, നിങ്ങൾ മാത്രമൊന്നുമില്ല, ആരും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തെറ്റും കുറ്റങ്ങളും മനുഷ്യനുണ്ടാവും. നിങ്ങളുടെ തെറ്റുകളെ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ മിസ്റ്റേക്കുകളെ ലോകത്ത് ആദ്യമായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളെന്നോ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ മോശക്കാരൻ നിങ്ങളെന്നോ ഒന്നും ഞാൻ എന്നുള്ള വ്യക്തി പറയത്തില്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയോ അത് നിങ്ങൾ തിരുത്താൻ വേണ്ടി സമയമെടുക്കുക, തിരുത്തി മുന്നോട്ട് പോവുക. ആരും ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാരായിട്ട് ആൾക്കാർ ബഹുഭൂരിവശവും നിങ്ങൾ ഈ പറയുന്ന കുറ്റം പറച്ചില്ല, അഥവാ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്തുള്ള ചില ഈ പറയുന്ന അങ്ങോട്ട് ആ വ്യക്തി എന്നുള്ള ഒരു വാക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂസ് കൂടും. ആ സമയത്ത് നിങ്ങൾ ആ ഒരു വിഷയം വിട്ടിട്ട് നിങ്ങൾ വളരെ നന്നായിട്ടുള്ള വീഡിയോ ചെയ്ത് ഒരു ഭയങ്കരമായിട്ട് ഹാർഡ് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ചാനൽ റീച്ചാക്കാൻ അല്ലെങ്കിൽ ആ വീഡിയോസ് റീച്ചാക്കി എടുക്കാൻ പറ്റൂ. പിന്നീട് നിങ്ങളുടെ ആ ഒരു സംസാര രീതിയും നിങ്ങളുടെ വീട്ടുകാരുള്ള ആ ഒരു അപ്രോച്ചസൊക്കെ ആൾക്കാർക്ക് മാറി പതിയെ അതെല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങും. നിങ്ങളെ ഇന്ന് കുറ്റപ്പെടുത്തുന്നവർ എന്നും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു വിചാരിക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചാനൽ നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും നിങ്ങൾ നല്ലത് പറയും. ഈവൻ സീരിയസ്ലി നമ്മളടക്കം നിങ്ങളെക്കുറിച്ച് നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ കടന്നുപോയ നിമിഷവും ഇനി വീണ്ടും കടന്നു പോകും അല്ലേ. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയും ഈ ഒരു നിമിഷവും ഈ ഒരു സങ്കടവും ഈ വേദനയും ഒക്കെ ഇതും കടന്നു പോകാത്തതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ മതിമറന്നു പോയ ആ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നൊരു ചെറിയൊരു അനുഭവത്തിൻ്റെ വെളിച്ചം അതിനെ നിങ്ങൾ നന്നായിട്ടെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് നിന്ന് പറയുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ അയാൾക്ക് എന്തുണ്ടായാലും അത് അയാളുടെ മാത്രം ചോയ്സാണ്, അയാളുടെ മാത്രം ജീവിതമാണ്. ഒരിക്കലും ഞാൻ അതിനെ വിലയിരുത്താൻ ഒരാളല്ല. എനിക്കത് പറയാനുള്ള അർഹത ഈ ഞാൻ
കുറച്ച് ദിവസങ്ങളായിട്ട് അതിൽ നിന്ന് പോയി എനിക്ക് എന്റെ കാര്യം നോക്കണം, അപ്പം എന്റെ ജീവിതത്തിൽ എന്റെ കാര്യങ്ങൾ വിലയിരുത്താനാണ് എനിക്ക് ആഗ്രഹം. അപ്പം അതൊക്കെ ഉള്ളൂ. പിന്നെ പൈസ ആയപ്പോൾ ആണോ ഇങ്ങനെ പൈസ ആയിരുന്നല്ലോ, പൈസ എന്ന് പറഞ്ഞ സാധനം ഒന്നും അല്ലല്ലോ. ഇതൊക്കെ ഞാൻ എന്റെ ഇതിലൊക്കെ പറഞ്ഞോ. നമുക്ക് മനുഷ്യനെ നമുക്ക് ഒരിക്കലും ഉള്ളിൽ നമുക്ക് അറിയില്ല, ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഇതില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന സമയത്തും പോയില്ല, സപ്പോസ് അറിയില്ല. പക്ഷേ ഇപ്പൊ ഞാൻ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നല്ല കാര്യങ്ങൾ, അതൊന്നും അല്ലാണ്ട് ഒരുപാട് കേസിന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അതെന്താണെന്നോ അല്ലെങ്കിൽ അത് എന്തിനായിരുന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, പറയാൻ എനിക്ക് താല്പര്യം. ഒന്നുകിലൊരു കാര്യം ഒരു വീഡിയോ തന്നെ തുടക്കത്തിൽ നമ്മൾ ആ ഒരു വിഷയം വിട്ടു, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള പരിമിതിയായിരിക്കാം. അപ്പോൾ അത് വീണ്ടും വീണ്ടും എടുത്ത് കുറേയധികം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ കുറച്ച് മുമ്പിൽ പറഞ്ഞു തെറ്റുകൾ കുറ്റങ്ങളില്ലാത്ത ആരും ഉണ്ടാവത്തില്ല. ആ വ്യക്തി തുടക്കത്തിൽ ആദ്യം പറഞ്ഞു ആ വ്യക്തിക്ക് മറ്റൊരു ബന്ധമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, അദ്ദേഹം നല്ല വ്യക്തി തന്നെയാണ്. എന്നിട്ട് രണ്ടാമത് പിന്നെയും പറഞ്ഞു അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പാസ്റ്റാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് ഇനി ഇതുപോലെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇനി വീണ്ടും ആ പാസ്റ്റിലേക്ക് പോയിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുമ്പം നിങ്ങൾ പറഞ്ഞ് തീർത്തു അല്ലെങ്കിൽ ഇതോടുകൂടി തീർന്നു എന്ന് പറയുന്ന വിഷയം തീരത്തില്ല. നമുക്ക് ലാസ്റ്റിലേക്ക് പോവാം. ഇതായിട്ട് കണ്ടാൽ മതി. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇത് പറഞ്ഞ വാക്കുകളിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. അത്രേ കഴിക്കുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറപ്പായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നു. എൻ്റെ വീട്ടുകാരെ, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അനിയനും ഞങ്ങൾ കുടുംബമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കൂടെ നിർത്തുക, പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇത് കൂടുതൽ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറ്റതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ. ശരി കേട്ടോ. ഓക്കെ, നമുക്ക് ഞാനും പറയുന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങളും തീർന്ന് ഇനി എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം മാത്രം തീരുമാനിച്ച് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ വെറുതെ ഇനി ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഡ്രാഗ് ചെയ്ത് വർത്തമാനങ്ങൾ സംസാരിച്ച് ഇത് നീണ്ടു പോകുന്നതിനെക്കാട്ടിലൊപ്പം എല്ലാം അവസാനിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും. ഇപ്പോൾ വിഷമങ്ങളും പ്രശ്നങ്ങളും ഇതൊന്നും ഇല്ലാത്ത ഒരു ലൈഫും ഇല്ല, എല്ലാവരുടെ ലൈഫിനകത്ത് ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിനകത്ത് എല്ലാവരുടെ ലൈഫിലേക്ക് സംഭവിക്കുന്ന കാര്യമാണെന്നും ലോകത്തിൽ ആദ്യത്തെ ഡിവോഴ്സ് നിങ്ങളുടേതല്ല, അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായ വീടും നിങ്ങളുടേതല്ല, ബന്ധങ്ങൾ വിട്ടൊഴിഞ്ഞ് പോയിട്ടുള്ള ആൾക്കാരിൽ ആദ്യത്തെ വ്യക്തികൾ നിങ്ങളല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണ ബോധ്യത്തോടുകൂടി, പിന്നെ ലഹരി ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും സംഭവം ആയിക്കോട്ടെ, അതെല്ലാം നമുക്കൊരു തെറ്റാണെന്ന് തോന്നി നമുക്കത് നമ്മളെ ലൈഫിനെ തകർക്കുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും ഒഴിവാകണമെന്ന് കൂടെ പറയാം. അത് കാരണം ഞാനത് ഞാൻ അതിൻ്റെ ഒരു എന്താണ് അത് മനസ്സിലാക്കി സ്വയം തിരുത്തിയ ഒരാളാണ് ആ ഒരു കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് നല്ലത് വരും, നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, അല്ലാതെ വൈരാഗ്യവും ഇതൊന്നും വെച്ചിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ഓക്കെ, എന്തായാലും ജീവിത പങ്കാളികളായിട്ട് നിന്നവരാണല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുക, എല്ലാ ആശംസകളും. സോ ഇതെല്ലാം ഇവിടെ അവസാനിക്കട്ടെ. അപ്പോൾ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? സോ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്താണെങ്കിലും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് നീറി ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ ഈ ലൈഫ് മൊത്തം കരയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളൊരു ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാളയെ പിടിച്ച് കെട്ടിയിട്ട് അതിനെ ഇങ്ങനെ ചക്കിലിട്ട് ആട്ടുന്നത് പോലെ ലൈഫ് ടൈം ഇങ്ങനെ നടന്ന് പമ്പരം പോലെ കിടന്ന് കറങ്ങാൻ വിധിക്കപ്പെട്ട വെറും ബലിമൃഗങ്ങളായിട്ട് വിധിയാണല്ലോ വിധിച്ചതെന്ന് അങ്ങനെയൊന്നുമല്ല. നിങ്ങളാണ് നിങ്ങളുടെ ഡിസിഷൻ മേക്കർ. നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ ആരെ സ്നേഹിച്ചു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു കാര്യം ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളുടെ ആ ഒരു ഇമോഷൻ്റെ പുറത്തുള്ള കാര്യം മാത്രമാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും സ്നേഹിക്കേണ്ടത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ ജീവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം വെറും വേസ്റ്റാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്.